സ്നേഹജ്യോതിസ് ഫാമിലി, ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. പൊതുവായൊരു ഫലമാണ് കൃഷ്ണഭക്തൻ ഉണ്ടാക്കിയ ഈ കാർഡിലെ മെസ്സേജ് എന്താണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. 2 കാർഡുകൾ നമുക്ക് എടുക്കാം, സെലക്ട് ചെയ്യാം. സറണ്ടർ ആണ് ആദ്യത്തേത്. ഡു നോട്ട് സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ്, സറണ്ടർ ടു ഓൾ ദാറ്റ് ഈസ് വാണ്ടഡ് ആൻഡ് അൺവാണ്ടഡ് ആൻഡ് യു വിൽ റിസീവ് ഹെൽപ്പ്. സറണ്ടർ ടോട്ടലി ടു ദ ഡിവൈൻ വിൽ. സമർപ്പണമാണ് ആദ്യത്തെ കാർഡ്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ലീവ് ഫോർ നൗ. 2 കാർഡുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. സംടൈംസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഏൺ എ ബാഡ് നെയിം ആൻഡ് ലീവ് ഫോർ എ ഹയർ ഗോൾ. അപ്പോൾ 2 കാർഡുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒന്ന് സറണ്ടർ, സമർപ്പിക്കാം. അപ്പോൾ ലഭിക്കേണ്ട ഹെൽപ്പുകൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന് പറയുകയാണ് ഇവിടെ. ഒരു യൂണിവേഴ്സൽ ഹെൽപ്പ് നിങ്ങൾക്ക് എന്തായാലും വന്നു ചേരാനുള്ള സമയമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അനാവശ്യമായി എന്ന് തോന്നുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തീർത്ത് ഉപേക്ഷിക്കാൻ പറയണം. ചിലപ്പോൾ ബന്ധങ്ങളായിരിക്കാം, ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വഭാവം, ഇപ്പോൾ ദുഃഖം, നിരാശയൊക്കെ ഒരുപാട്, അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഓവറായിട്ട് മറ്റുള്ളവരെ സഹിക്കുക എന്ന് പറയാം. സഹിച്ചുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തലുകളും വേദനിപ്പിക്കുന്ന വാക്കുകളും കേട്ടുകൊണ്ട് വിലയില്ലാത്ത രീതിയിൽ നിങ്ങളെ കാണുമ്പോഴും നിങ്ങളതൊക്കെ ക്ഷമിച്ച് അവരെ സഹിച്ച് സംരക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ആ കാര്യം. അങ്ങനെ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹയർ ഗോള് ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർത്തും ഉപേക്ഷിച്ചിട്ട് സറണ്ടർ ചെയ്യാനാണ് ഇന്നത്തെ മെസ്സേജ്. നല്ലൊരു മെസ്സേജാണ്. കാരണം ഇവിടെ ഉദ്ദേശം നമ്മൾ സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല. സാമ്പത്തിക അഭിവൃദ്ധി ജീവിച്ചു പോകാൻ ഒരു സമ്പത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് മാത്രമാണ്. പകരം നമ്മുടെ ജീവിത ലക്ഷ്യമുണ്ട് ഓരോ മനുഷ്യനും. അതായത് നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് വ്യത്യസ്തമായിരിക്കുന്ന പോലെ, ഫിംഗർ പ്രിൻ്റ് ഇത്രയും കോടാനുകോടി ജനങ്ങളുണ്ടെങ്കിലും ഫിംഗർ പ്രിൻ്റ്, കൈരേഖ എല്ലാവരും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത ലക്ഷ്യവും നിങ്ങളുടെ ആത്മീയ ഉന്നതിയും ഒക്കെ വ്യത്യസ്തമാണ്. ഒരു ലക്ഷ്യം നിങ്ങളിവിടെ ഭൂമിയിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ വലുതായിരിക്കാം. ഏതാണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ തടസ്സമായി നിൽക്കുന്ന ഏത് കാര്യമുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് സറണ്ടർ ചെയ്യുക. ഒരു ഡിവൈൻ വില്ലിന്, ഒരു ദൈവികമായ ചൈതന്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഒരു യൂണിവേഴ്സൽ റിതം ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു താളം ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. നമ്മുടെ ഭൂമി സഞ്ചരിക്കുന്നത് തന്നെ ശൂന്യതയിൽ കൂടെ സഞ്ചരിക്കുന്ന, ഒരേ ഓർഡറിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ, അതുപോലെ സൂര്യനും മറ്റു ഗ്രഹങ്ങളും ഗാലക്സി, എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഒരു മരം നോക്കിയാൽ കാണാം, വൃക്ഷം ഏതാണെങ്കിലും ഒരു കൊമ്പ് അതിൻ്റെ ഒരു സൈഡിലേക്കാണെങ്കിൽ അടുത്ത കൊമ്പ് അതിന് തൊട്ടിപ്പുറത്ത് ആയിരിക്കും. ഒരേ ലൈനിൽ മാത്രം കൊമ്പുകൾ വളർന്നു പോവില്ല. കാരണം അതൊരു ഓർഡറാണ്. ആ വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു ഓർഡർ തയ്യാറാക്കിയിരിക്കുക, ഒരു നിയമമുണ്ട്. തെങ്ങ് ആണെങ്കിൽ ഈസിയാണ് നോക്കാൻ, കാരണം അതിൻ്റെ കവണപ്പട്ട, മടൽ, അത് നോക്കിയാൽ കാണാം. ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ അത് വന്നുകൊണ്ടേയിരിക്കും. മരം, മാവ് ഒക്കെ നമ്മുടെ അടുത്തുള്ള നോക്കിയാൽ കാണാം. അപ്പോൾ അതൊരു എല്ലാത്തിനും ചെറിയ കാര്യങ്ങൾക്ക് വരെ, ഉറുമ്പുകൾ, അവരുടെ ജീവിതത്തിന് ഒരു ഓർഡർ ഉണ്ട്. കണ്ടിട്ടില്ല? അവരുടെ യാത്ര തന്നെ ഒരു കൂട്ടം ഉറുമ്പുകളുണ്ടെങ്കിൽ ലൈനായിട്ടാണ് അവർ പോവുക, ഒരു വരിയായിട്ട്. വെറുതെ ഇങ്ങനെ അങ്ങനെ പോകുന്നത് കണ്ടിട്ടേ ഇല്ല ഉറുമ്പ്.
ചെറിയ ജീവികളാണ്, നമുക്ക് ഏറ്റവും ചെറിയ ജീവികളിൽ പെട്ടതാണ്. പക്ഷെ അവരുടെ ഒരു ക്രമം, ഒരു ഓർഡർ, പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു നമ്മളൊന്ന് സ്ഥലം കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരപ്പോൾ ആ സ്ഥലം കാലിയാക്കി പോകും, വേറെ സ്ഥലത്തേക്ക് പോകും. പ്രത്യേകിച്ച് മുട്ടകളുണ്ടെങ്കിൽ അവരവിടെയൊക്കെ കാലി ചെയ്തിട്ട് വേറെ സ്ഥലം തേടും. നമ്മൾ ആരെങ്കിലും ഒരു കാഴ്ച അവരുടെ സങ്കേതത്തിലേക്ക് നമ്മുടെ കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ ഇതിൽ പറയുന്ന പോലെ ലീവ് ഫോർ നൗ എന്ന അവരപ്പം അത് ഉപേക്ഷിക്കും. കാരണം അവർക്കറിയാം ഇനി അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ, ആ ക്രമം, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ആ ഒരു ഓർഡറിൽ കൂടെ അവർ സഞ്ചരിച്ചിട്ട് അവരവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അവർ മുന്നോട്ട് അവരുടെ ജീവിതത്തെ ആകുന്ന ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും അതുപോലെ നിങ്ങളാകുന്ന ആ ലക്ഷ്യത്തിലേക്ക്. അപ്പോൾ പണം എന്ന് ഉള്ള ചിന്തകൾ കൊണ്ട്, പണമില്ലെങ്കിൽ നമ്മളില്ല എന്നൊരു ചിന്തകൾ കൊണ്ടാണ് പലരും ഇന്ന് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ ജീവിത ലക്ഷ്യം അവിടെ മറക്കും, പണത്തിനെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഹയർ ഗോളുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഒരു ഹയർ ഗോളുണ്ട്. അപ്പോൾ ആ ഹയർ ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള സമയമായി എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വഴി തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്താണെങ്കിലും അതിനെ ഉപേക്ഷിച്ചോളൂ. ചിലപ്പോൾ അത് നിങ്ങളെ കുറ്റപ്പെടുത്താനൊരു മറ്റുള്ളവർക്കൊരു കാരണമായിരിക്കാം, പക്ഷെ അത് നോക്കണ്ട. പക്ഷെ അതങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ എങ്ങനെ ഉപേക്ഷിക്കണം? ഒരു ഡിവൈൻ വില്ലിന്, ഒരു ദൈവികമായൊരു പ്രപഞ്ചശക്തിക്ക് മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഒരു ദൈവിക ചൈതന്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ചൈതന്യത്തിലേക്ക് പൂർണ്ണമായും സറണ്ടർ ചെയ്തുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട് വേണം അത് ഉപേക്ഷിക്കുക. അപ്പോൾ നമ്മളെ കാത്തു രക്ഷിക്കാനൊരു പവറുണ്ട്, ഒരു ശക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ സമയം നല്ല രീതിയിൽ തന്നെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അർബുദം, ക്യാൻസർ പ്രത്യേക മെഡിറ്റേഷനുണ്ട്. അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തവർ, എൻ്റെ അടുത്ത് വന്നവരൊക്കെ 4ാമത്തെ സ്റ്റേജ് നിവർത്തിയില്ലാതെ ആയ സ്ഥിതിയിൽ വന്നവരാണ്, ആ അവസ്ഥയിൽ. പക്ഷേ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അവരുടെ സ്വന്തം കഴിവുകൾ കൊണ്ട്, അവരുടെ ഡോക്ടറുടെ മരുന്നുകളും കാര്യങ്ങളും കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അവർ സ്വന്തം ആ ഒരു കഴിവ് കൊണ്ട്, അതായത് അവരുടെ ശരീരത്തിൻ്റെ ശക്തിയെ അവർ തന്നെ തിരിച്ചു പിടിക്കുന്ന ലളിതമായ, കിടന്നുകൊണ്ടാണെങ്കിൽ പോലും ചെയ്യാവുന്ന ചില ചെറിയ രീതികളുണ്ട്. അപ്പം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ. അത് തീർത്തും സൗജന്യമായിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ശരീരത്തെ ക്ലീൻ ചെയ്യുന്നൊരു രീതി. നാച്ചുറലായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ കൊണ്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ കൊഴുപ്പ്, ലിവറിലെ കൊഴുപ്പ്, സഞ്ചിയിലുള്ള കല്ലുകളെല്ലാം പുറത്തു പോകുന്ന രീതിയുണ്ട്. പിന്നെ കണ്ണുകൾക്ക് എന്തെങ്കിലും കാഴ്ചശക്തി ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പ് ഇങ്ങനെ പ്രഷർ കൊണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവർക്കുണ്ട്. പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് അങ്ങനെയുള്ളവരെന്നെ കോണ്ടാക്ട് ചെയ്യുക. പ്രധാനമായിട്ട് നമ്മുടെ ഡീപ്പ് ഹീലിംഗ് ബ്രീത്ത്. അപ്പോൾ ഇന്നത്തെ ഞാൻ തമ്പനയിലിട്ടിരിക്കുന്നത് റിട്ടേൺ ടു ഏജ് 25 എന്നാണ്. കാരണം നമ്മുടെ ഒരു 30 വയസ്സിന് മേലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്ന്, ബോഡി ക്ലീൻ ചെയ്യുന്നത്. 2, അല്ലെങ്കിൽ അത് ബോഡി ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഡീപ്പ് ഹീലിംഗ് ബ്രീത്ത് അതെടുക്കുക. ആ ബ്രീത്തിങ് സ്റ്റൈൽ രീതി വളരെ പവർഫുള്ളാണ്. റിട്ടേൺ ടു ഏജ് 25 ആണ് നമ്മുടെ ടാസ്ക്. നമ്മൾ ആ ബ്രീത്തിങ് ഇനി മുതൽ ഒരു ടാസ്ക് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ 25 വയസ്സുള്ള വ്യക്തിയുടെ ശരീരം പോലെ അത്രയും കപ്പാസിറ്റി തിരിച്ചു പിടിക്കുക, അത്രയും ആരോഗ്യം തിരിച്ചു പിടിക്കുക, അത്രയും രോഗമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, 25 വയസ്സാൻ്റെ അവസ്ഥയിലേക്ക് ശരീരത്തിലേക്ക് കൊണ്ടെത്തിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും അതിൽ പറയുന്ന അത്രയും അളവ് അത് കണ്ടുകൊണ്ട് ചെയ്താൽ മതി. കാരണം ഓരോ തവണ ഞാനത് കൂട്ടി വരികയാണ്. അത് ചെയ്യുക. ഡീപ്പ് ഹീലിംഗ് ബ്രീത്ത്. ഇന്നും രാവിലെ ലൈവ് ഉണ്ടായിരുന്നു. ലൈവ് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ തലേ ദിവസത്തെ വീഡിയോ കണ്ട് ചെയ്യുക. പിന്നെ അമ്മ പ്രാർത്ഥന ധ്യാനത്തിൽ 9 മണിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഉണ്ട്, അതും കണ്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.